ഒത്തിരി നാളായിട്ട് ഞങ്ങളുടെ ഹോളിലൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ തന്നെ അത് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ ഹോളൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പെയിൻ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അടിക്കാമെന്ന്. അപ്പം ഞങ്ങൾ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് പേപ്പറൊക്കെ വിരിച്ച് സാൻഡ് പേപ്പറൊക്കെ വെച്ച് ഭിത്തിയൊക്കെ ഉരച്ച് തുടങ്ങി. അപ്പോൾ ഭയങ്കര കഷ്ടമായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട്. എങ്കിലും ഞങ്ങൾ മാക്സിമം ഒക്കെ വൃത്തിയാക്കി. പെയിൻ്റ് അടിക്കാൻ ഇതുപോലെ റോളറും ഒരു ബ്രഷും വാങ്ങി. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മുറത്തിൽ പെയിൻ്റൊക്കെ ഒഴിച്ച് ഞങ്ങൾ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. 3 സൈഡിൽ നമ്മൾ വിസ്റ്റീരിയ എന്നുള്ള ഷെയ്ഡാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ പെയിൻറ്റിൻ്റെ പരിപാടി തുടങ്ങി. ഞങ്ങൾ ഈ അടിച്ചത് എമൽഷൻ പെയിൻ്റാണ്. അതിലാദ്യത്തെ കൂട്ട് 40% വെള്ളം ചേർത്ത് മിക്സ് ചെയ്തടിച്ചു. രണ്ടാമത്തത് 50% വെള്ളം ചേർത്തടിച്ചു. നമ്മളിപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ചപ്പോൾ ഞാൻ ചാച്ചനോട് ചോദിച്ചു, ഈ പാടുകളൊക്കെ ഇരിക്കുന്ന അതൊന്നും കാണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ ഈ നീല പാടുകളൊക്കെ? അപ്പോൾ ചാച്ചൻ പറഞ്ഞു അത് ഉണങ്ങി കഴിയുമ്പോൾ അത് ശരിയാവും. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അങ്ങനെ ആദ്യത്തെ കോട്ട് അടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ കോട്ടും അടിച്ച് നമ്മളത് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ അത് നനഞ്ഞിരിക്കുന്നത് കണ്ടോ. പിന്നെ അവിടെ ചെറിയ പാടുകളൊക്കെ കാണുന്നുണ്ട്. അത് കുഴപ്പമില്ലാതെ ഉണങ്ങി കഴിയുമ്പോൾ അത് ശരിയാവും. നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് ഷെയ്ഡ് തന്നെ കിട്ടും. കണ്ടോ, ഇത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്കാണിത്. കണ്ടില്ല, ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ആ ഒരു സൈഡ് തീർത്തു. ഇനി ഞങ്ങൾക്ക് 3 സൈഡോട് ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ 2 സൈഡിൽ ഈ സെയിം കളറും പിന്നെ ഞങ്ങൾ ടി വി വെച്ചിരിക്കുന്ന അവിടെ വേറൊരു ഷെയ്ഡ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ടി വി വെച്ചിരിക്കുന്ന സൈഡിലേക്ക് നമ്മൾ പാഡി ഫീൽഡ് എന്ന ഷെയ്ഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരു സൈഡ് ചെയ്ത് ഞങ്ങൾ അന്നത്തെ പരിപാടി നിർത്തി. പിറ്റേന്ന് ഞങ്ങളൊന്നും ചെയ്തില്ല. അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഞങ്ങൾ വാതിലും സ്വിച്ച് ബോർഡൊക്കെ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കവർ ചെയ്തു. ടി വി അതുപോലെ കവർ ചെയ്തു. ഈ ചുമര് ഇങ്ങനെയൊന്നുമല്ല ഇരുന്നത്, നല്ല വൃത്തികേടായിരുന്നു. ഞങ്ങളൊരു സാൻഡ് പേപ്പർ വെച്ചൊക്കെ ഉരച്ച് ഈ ഒരു രൂപത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എമൽഷൻ പെയിൻ്റ് ആയതുകൊണ്ട് ആദ്യത്തെ കോട്ടിന് 40% വെള്ളവും രണ്ടാമത്തെ കോട്ടിന് 50% വെള്ളവും ചേർത്ത് അടിക്കാൻ തുടങ്ങി. ഇതുപോലൊരു റോളറും ഇത്തിരി ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വേഗം ചെയ്ത് തീർക്കാം. പിന്നെ ഈ റോളർ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർക്ക് ഈ ടൈൽസിലൊക്കെ ഈ പെയിൻറ്റ് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാലും പേടിക്കണ്ട. അതൊന്ന് നനച്ചിട്ട് ഒന്ന് അമർത്തി തുളച്ച് കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് പെയിൻറ്റൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ഇങ്ങനെ അമർത്തി തുളച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ 3 സൈഡും വിസ്റ്റീരിയ ഷെയ്ഡ് അടിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ടി വി സൈഡാണ്. ടി വി സൈഡിൽ നമ്മൾ പാഡി ഫീൽഡ് എന്നുള്ള ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. ഈ പെയിൻ്റ് അടിയിൽ എൻ്റെ പാട്ടെന്ന് വെച്ചാൽ സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കുക, പിന്നെ പെയിൻറ്റ് വീണെടുത്തൊക്കെ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ ചാച്ചൻ പെയിൻ്റ് അടിച്ച് തീരായപ്പോൾ എനിക്കൊരു ആഗ്രഹം, പെയിൻ്റ് അടിച്ചാലോ. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് തങ്കുൻ്റെ പ്രോത്സാഹനം, അവൾ സൂപ്പർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ റോളറും ബ്രഷും ഉപയോഗിച്ച് ബാക്കി സ്ഥലങ്ങളൊക്കെ ചെയ്ത് തീർത്തു. ഇതാണ് ഞങ്ങളുടെ ഹോളിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.